നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. ഭാരത കാലാവസ്ഥാ വകുപ്പ് വയനാടിനെയും ഇടുക്കിയെയും ഒഴിവാക്കി കേരളത്തിലെ 12 ജില്ലകളിൽ ചൂടും ഈർപ്പവും കൂടിയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താപനില സാധാരണ നിലയേക്കാൾ ഉയരുകയാണ്. പാലക്കാട് 39.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഉയർന്ന അൾട്രാവയലറ്റ് നിലകളും തുടരുകയാണ്. മതിയായ വെള്ളം കുടിക്കാനും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാനും നിർജ്ജലീകരണം, സൂര്യാഘാതം തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകരുതലുകൾ സ്വീകരിക്കാനും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനായി കേരള സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്ന് വെറും 103 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. അതേസമയം 529.5 കോടി രൂപയുടെ പലിശരഹിത കേന്ദ്ര വായ്പ പൂർണ്ണമായി എടുത്തിരുന്നു. സംസ്ഥാനത്തിന്റെ പരിമിതമായ സംഭാവനയെ വിമർശിച്ച് പ്രതിപക്ഷ കക്ഷികൾ സുതാര്യതയെയും മുൻഗണനകളെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ബാധിത കുടുംബങ്ങൾക്ക് വാസസ്ഥലങ്ങൾ, ഉപജീവന സഹായം, ടൌൺഷിപ്പ് വികസനം എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്ര ശ്രമങ്ങൾ സർക്കാർ പ്രതിരോധിച്ചു. 4 മെയ് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ സാധ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പൊതുവായ തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് MP രാഘവൻ സമയമാകുന്നതിന് മുമ്പുള്ള ചർച്ചകൾക്ക് സഹപ്രവർത്തകരെ വിമർശിച്ച് പാർട്ടി ഐക്യം ആവശ്യപ്പെട്ടു. ഇതേസമയം കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് അവഗണന ആരോപിച്ച് രാജിവെച്ചു. ഈ ആന്തരിക കലഹം LDF വിരുദ്ധ ദ്വന്ദ്വ മത്സരത്തിൽ UDFന്റെ ഐക്യത്തെ ബാധിക്കാമെന്ന ആശങ്ക ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചു. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് 17 ഏപ്രിൽ 2026 സുവർണ കേരളം SK 49 ലോട്ടറി ഡ്രോയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം 1 കോടി രൂപ. ടിക്കറ്റ് നമ്പർ RK 63273 നേടി. രണ്ടാം സമ്മാനം 30 ലക്ഷം രൂപ. RD 275-085 നേടി. തിരുവനന്തപുരത്തെ ഗോർഖി ഭവനിൽ കർശനമായ മേൽനോട്ടത്തിൽ ഡ്രോ നടത്തി. വിവിധ വിഭാഗങ്ങളിലായി ആയിരക്കണക്കിന് വിജയികൾ. സംസ്ഥാനത്തുടനീളം ലോട്ടറി പ്രേമികൾക്ക് സന്തോഷം നൽകി. പൂർണ്ണ ഫലങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. 4 മെയ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന്റെ മുഖ്യമന്ത്രി മുഖത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാകുകയാണ്. സഖ്യ ഐക്യം നിലനിർത്താൻ സംയമനം പാലിക്കണമെന്ന് കോൺഗ്രസും IUML നേതാക്കളും ആവശ്യപ്പെട്ടു. പൊതു അഭിപ്രായ ഭിന്നതകൾ സത്താരൂഢമായ LDFനെതിരെ സാധ്യതകൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉയർത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ദ്വന്ദ്വ രാഷ്ട്രീയ മത്സരത്തിൽ സമഗ്ര ശ്രദ്ധ ആവശ്യമാണ് എന്ന് അവർ വ്യക്തമാക്കി. കണ്ണൂരിൽ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പീഡനവും പിരിവും നടത്തിയെന്ന ആരോപണത്തിൽ ഓൺലൈൻ ലോൺ ആപ്പ് ഇൻസ്റ്റാപേയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. ചെറിയ വായ്പയ്ക്കായി ഒരേ ദിവസം 96 കോളുകൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ജാതിയുമായി ബന്ധപ്പെട്ട ആരോപങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഒരു ഫാക്കൽറ്റി അംഗത്തെ പുറത്താക്കിയതോടെ പ്രതിഷേധങ്ങൾ ശക്തമായി. ഈ സംഭവം ഓൺലൈൻ വായ്പാരീതികളും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തി. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ കുടുംബതർക്കത്തിനിടയിൽ ഒരു യുവാവിനെ ബന്ധു കുത്തിക്കൊന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഗ്രാമീണ കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഗൃഹകലഹങ്ങൾ എത്രത്തോളം ഗുരുതരമാകുന്നുവെന്ന് ഈ ദുഃഖകരമായ സംഭവം വ്യക്തമാക്കുന്നു. ഇത്തരം അക്രമങ്ങൾ തടയാൻ മികച്ച കൌൺസിലിംഗ് സേവനങ്ങളും തുടക്കത്തിലെ ഇടപെടലുകളും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 17 ഏപ്രിലിന് നിരവധി പ്രധാന സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത സഭയിൽ പണമട്ടം മധുസൂദനന്റെ സംഗീത കച്ചേരി അരങ്ങേറി. കൊച്ചിയിലെ എടപ്പള്ളി കേരള മ്യൂസിയത്തിൽ ഡോക്ടർ K പണിക്കരുടെ സ്മരണാർത്ഥം പരിപാടി നടന്നു. കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ മലയാള മനോരമ ഹൌസിംഗ് എക്സിബിഷനും സംഘടിപ്പിച്ചു. പെയിന്റിംഗ് പ്രദർശനങ്ങളും കഥകളി അവതരണങ്ങളും രാഷ്ട്രീയവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിനിടയിൽ സാംസ്കാരിക ആശ്വാസം നൽകി. കേരളത്തിലുടനീളം ഉയർന്ന അൾട്രാവയലറ്റ് നിലകളോടെ കടുത്ത ചൂടും ഈർപ്പവും തുടരുന്നതിനാൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ ശക്തമാക്കി. സൺസ്ക്രീൻ ഉപയോഗിക്കാനും സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കാനും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറം പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. പുറം തൊഴിലാളികൾക്കും കുട്ടികൾക്കും വയോധികർക്കും സൂര്യദാഹം, നിർജ്ജലീകരണം, ഹീറ്റ് എക്സോഷൻ എന്നിവയുടെ അപകടസാധ്യത കൂടുതലാണെന്ന് മുന്നറിയിപ്പ് നൽകി. കടുത്ത സമയങ്ങളിൽ വീടിനുള്ളിൽ തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തുറന്ന മത്സരം നടത്തുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിച്ചു. പൊതു അഭിപ്രായ വ്യത്യാസങ്ങൾ വഴി UDFന്റെ ഐക്യത്തിന് ക്ഷതി വരുത്തരുതെന്ന് എല്ലാ കക്ഷികളോടും IUML അഭ്യർത്ഥിച്ചു. ഉയർന്ന പന്തയമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ഈ ആന്തരിക തർക്കം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്.
കേരള ദുരന്ത നിവാരണ നിയമപ്രകാരം ജ്വാരബാധയും തീരദേശ വെള്ളക്കെട്ടും സംസ്ഥാന വിശേഷ ദുരന്തമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. ഇതോടെ എറണാകുളം, ആലപ്പുഴ പോലുള്ള തീരദേശ ജില്ലകളിലെ ബാധിത കുടുംബങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനും താഴ്ന്ന പ്രദേശങ്ങളിലെ ആവർത്തിച്ചുള്ള വെള്ളപ്പൊക്കങ്ങൾ, സ്വത്ത് നാശം, ഉപജീവന നഷ്ടം എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നതിനുമുള്ള നടപടിയാണ്. വിഷുവിന് ശേഷം കേരളത്തിലുടനീളം ആഘോഷങ്ങൾ തുടരുകയാണ്. പരമ്പരാഗത സദ്യ, കണിദർശനം, കുടുംബസംഗമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പാർവതി തിരുവോത്ത് പോലുള്ള പ്രമുഖർ വീടുകളിൽ ആഘോഷിച്ച നിമിഷങ്ങൾ പങ്കുവച്ചു. പരമ്പരയും ആധുനിക ജീവിതവും ചേർന്ന ദൃശ്യങ്ങളായിരുന്നു അവ. കടുത്ത ചൂടിനിടയിലും മലയാള നവവത്സരത്തിന്റെ ആത്മാവ് ശക്തമായി തുടരുന്നു. സാംസ്കാരിക ആനന്ദവും സാമൂഹിക ബന്ധവും ഉറപ്പിക്കുന്നു. പ്രതിപക്ഷ UDF നേതാവ് വി.ഡി. സതീശൻ 9 ഏപ്രിൽ നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനവും പോസ്റ്റൽ ബാലറ്റ് കണക്കുകളും മണ്ഡലം വാരമായി വിശദമായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ഉയർന്ന പന്തയമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സുതാര്യത ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 4 മെയ് ഫലങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെ ഈ ആവശ്യം ഉയർന്നു. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് നടൻ ബോബി കുര്യനെ പോലീസ് ചോദ്യം ചെയ്തു. അധിക തെളിവുകൾ തേടി അന്വേഷണം ശക്തമാകുകയാണ്. പ്രതി അറസ്റ്റിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണെന്ന് റിപ്പോർട്ടുണ്ട്. മലയാള സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട ഈ ഹൈ പ്രൊഫൈൽ കേസ് വ്യാപക ശ്രദ്ധയും ഉത്തരവാദിത്തത്തിനുള്ള ആവശ്യവും ഉയർത്തി. തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന് ശക്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. കലയും ശാസ്ത്രവും കോളേജുകളിൽ സൗജന്യ ബിരുദ വിദ്യാഭ്യാസം, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ, ഉറപ്പുള്ള പെൻഷൻ പദ്ധതി എന്നിവ ഉൾപ്പെടുന്ന ക്ഷേമനയങ്ങൾ LDF സർക്കാർ പ്രതിരോധിച്ചു. കോൺഗ്രസ് ഇതിനെ ജനപ്രിയത തേടുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റെന്ന് വിമർശിച്ചു. ധനമന്ത്രി K.N. ബാലഗോപാൽ അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിൽ പദ്ധതികളും ചൂണ്ടിക്കാട്ടി. 26 ഏപ്രിൽ നടക്കുന്ന പ്രശസ്തമായ തൃശൂർ പൂരം ഉത്സവത്തിനായി ടൂറിസം വകുപ്പ് സന്ദർശകർക്കായി സമഗ്ര മാർഗനിർദ്ദേശം പുറത്തിറക്കി. കടുത്ത ചൂടിനിടയിലും വലിയ ജനക്കൂട്ടം പ്രതീക്ഷിക്കുന്ന ഈ ഉത്സവം പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജം നൽകുമെന്നാണ് പ്രതീക്ഷ. പരിപാടികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, കേരളത്തിന്റെ ഭവ്യമായ ക്ഷേത്രോത്സവത്തിന്റെ സാംസ്കാരിക ആകർഷണങ്ങൾ എന്നിവ ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിതിൻ രാജ് ആത്മഹത്യക്കേസിൽ പ്രതി പങ്കാളിത്തം നിഷേധിച്ച് ഇടക്കാല ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ദന്തവിദ്യാർത്ഥിയുടെ മരണം വടക്കൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ജാതി വിവേചനം ചർച്ചയാക്കി വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. ഫാക്കൽറ്റി പെരുമാറ്റവും ലോൺ ആപ്പ് പീഡനവും എന്നീ 2 വശങ്ങളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലുടനീളം ചൂടും ഈർപ്പവും തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകി. നിരവധി ജില്ലകളിൽ പരമാവധി താപനില 37 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളോടെ മഞ്ഞ അലർട്ട് കുറഞ്ഞത് 19 ഏപ്രിൽ വരെ തുടരും. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജനങ്ങളെ ഉപദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടുത്തുവരുന്നതിനിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അനുമാനങ്ങൾ തുടരുകയാണ്. അന്തിമ തീരുമാനത്തിനായി മുതിർന്ന നേതാക്കൾ കാത്തിരിക്കുകയാണ്. പൊതുതർക്കങ്ങൾ UDFന്റെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നു. LDFനെതിരായ ദ്വന്ദ്വമത്സരത്തിൽ ഈ ആന്തരിക നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു. 17 ഏപ്രിലിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പെയിന്റിംഗ് പ്രദർശനങ്ങളും പരമ്പരാഗത കഥകളി അവതരണങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. ശക്തമായ രാഷ്ട്രീയവും കാലാവസ്ഥാ സംഭവ വികാസങ്ങളും തമ്മിൽ കലാപരമായ പങ്കാളിത്തത്തിനും കേരളത്തിന്റെ സമ്പന്നമായ പൈതൃകാഘോഷത്തിനും ഇവ അവസരം നൽകി.